സിനിമയിലെ പോലെ ഒരു രംഗം, ഓലപ്പന്തലിട്ട ഒരു കൊച്ചു കല്യാണ മണ്ഡപം, ഒച്ചയും ആരവങ്ങളുമില്ലാതെ മന്ത്രോച്ചാരണങ്ങളോടെ നടന്ന ഒരു മലയാള തനിമയുള്ള കൊച്ചു കല്യാണം. അതാണ് പാലക്കാടത്തെ ചന്ദ്രശേഖരപുരം. ഇവിടത്തെ പറ്റി ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ: മൂർത്തിയുണ്ട്, നമുക്ക് എല്ലാവരും ഉണ്ട്. അതിന് അനുമാനം ഒഴിച്ച് ബാക്കി എല്ലാവരും ഗ്രാമത്തിലുണ്ട്. കാമൻ ക്വയറ്റാണ്. ഈ വെള്ളം കുടിക്കാം. ഞങ്ങൾ കുളിച്ചോണ്ടിരിക്കുകയാണ്. നല്ല അറ്റ്മോസ്ഫിയർ നല്ലതാണ്. പിള്ളേരെ കളിക്കാൻ വിടുക. പുഴയിൽ മാത്രം സൂക്ഷിച്ചിറങ്ങണം. ബാക്കി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ചളി ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നും. നല്ല കാമൻ ക്വയറ്റ് പ്ലേസ്. അപ്പോൾ അയ്യപ്പൻ അതാണ്. ഇവിടെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ മയിലൊക്കെ വരും. നിറയെ മയിൽ വരും. ചൂട് കാരണമില്ല, ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. മയിൽ വന്നിരിക്കും. എല്ലാവരും ഉണ്ട്. രാത്രിയായ പന്നിയും വരും. ഈ പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ അത്രയും സത്യം. പ്രകൃതി രമണീയമായ കേരളത്തിലെ ഒരിടം, സിനിമാക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലം പാലക്കാട് ജില്ല. അവിടുത്തെ ചന്ദ്രശേഖരപുരം എന്ന ഗ്രാമം. കണ്ണാടിപ്പുഴയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ശാസ്താവിൻ്റെ അമ്പലവും ചുറ്റുപാടും. കണ്ടിട്ട് കണ്ടെടുക്കാൻ കഴിയാത്ത വിധം അത്രയും മനോഹരമായ ഒരിടം, ശാന്തമായ ഒരിടം. നഗരങ്ങളിലെ തിരക്കിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അത്രയ്ക്കും മനോഹരമാണ് ഇവിടം, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ചുറ്റും കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന പാടങ്ങൾ, ഇല്ലിക്കാടുകൾ, അവിടെ നിന്ന് വരുന്ന തണുത്ത കാറ്റ്, ചുറ്റുമുള്ള പുഴ. ഇത് കണ്ണാടിപ്പുഴ, ഭാരതപ്പുഴയുടെ കൈവഴിയായ കണ്ണാടിപ്പുഴ ശാന്തമായി ഒഴുകുന്നു. മറ്റൊരിടത്തും കാണാത്തൊരു പ്രത്യേകത ഞാനിവിടെ കണ്ടു. അമ്പലത്തിൽ തന്നെ ഒരു ഗോശാല. അമ്പലത്തിന് സ്വന്തമായി ഗോശാലയും ഉള്ള ഒരു അമ്പലം. അതാണ് ചന്ദ്രശേഖരപുരത്തെ ഈ ശാസ്താവിൻ്റെ അമ്പലം. ഈ വേനൽക്കാലത്ത് സൂര്യൻ കത്തിയെരിയുമ്പോഴും ഈ പുഴയുടെ തീരത്ത് കൊച്ചു തണുത്ത കാറ്റ്, കൽപ്പടവിലേക്ക് ഇറങ്ങി ആ തണുത്ത കാറ്റേറ്റ് ഞാൻ അല്പസമയം ഇരുന്നു പോയി. ഇവിടുത്തുകാരുടെ അത്രയും ഭാഗ്യം വേറെ ആർക്കുണ്ട്? നോവലുകളിൽ വർണ്ണിക്കപ്പെടുന്നത് പോലെയുള്ള അതിമനോഹരമായ സ്ഥലം.